നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. US ഇറാൻ ആക്രമണം രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ശക്തമായ ആക്രമണങ്ങളാണ് ഇന്നലെ ഇറാൻ നടത്തിയത്. പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിടുകയാണ് ഇറാൻ. ജോർദാനിൽ ഇറാൻ നടത്തിയ അതിശക്ത ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഒരു സൈനികനെ കാണാതാവുകയും 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടെ നിലവിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 16ആയി ഉയർന്നു. 430-ലധികം സൈനികർക്ക് ഇതിനകം പരിക്കേറ്റു. ജോർദാൻ സൈന്യവുമായി ചേർന്ന് ഇറാൻ തൊടുക്കുന്ന മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുന്നതിനിടയിലാണ് അമേരിക്കൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് പരിക്കേറ്റ 4 സൈനികരെ ജോർദാനിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മറുവശത്ത് കുവൈറ്റിന് നേരെ കനത്ത ആക്രമണവുമായി ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ്. കുവൈറ്റ് തങ്ങളുടെ വ്യോമപാത പൂർണ്ണമായി അടച്ചു. കുവൈറ്റിലെ കടൽജല ശുദ്ധീകരണ പ്ലാന്റുകളാണ് മുഖ്യമായി ആക്രമിക്കപ്പെട്ടത്. വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കുടുംബാംഗങ്ങളുടെയും നേരെ പരസ്യമായ വധഭീഷണി ഉയർത്തുകയാണ് ഇപ്പോൾ ഇറാൻ. US പതാക പുതച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ട്രംപിന്റെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ കൂറ്റൻ ബാനറുകൾ ഇപ്പോൾ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടു. കത്തിയമരുന്ന വൈറ്റ് ഹൗസിന്റെ പശ്ചാത്തലത്തിലാണ് വിവാദ ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. ട്രംപിനും കുടുംബാംഗങ്ങൾക്കും മരണം എന്ന് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നു. ട്രംപിനെ കൂടാതെ പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാങ്ക, ഡോൺ ജൂനിയർ, എറിക് ടിഫാനി, ബാരൻ ട്രംപ് എന്നിവരുടെ ചിത്രങ്ങളും വച്ചിരിക്കുന്നു. പേർഷ്യൻ ഭാഷയിൽ ചോരയ്ക്ക് ചോര എന്നാണ് കുറിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ഇത് 2ാം തവണയാണ് ഇറാൻ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നത്. വസ്ത്രധാരണം അലങ്കോലപ്പെട്ട് കൈകൾ ചുവന്ന ടൈക്ക് മുകളിൽ വെച്ച് ശവപ്പെട്ടിയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ട്രംപിന്റെ ചിത്രങ്ങളാണ് ബോർഡുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ചേർന്ന് തമ്മിലുണ്ടാക്കിയ 60 ദിവസത്തെ സമാധാന കരാർ പൊളിഞ്ഞുവെന്നും ആക്രമണങ്ങൾ കനപ്പിക്കുന്നുവെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്ക വലിയ ചെകുത്താനാണ് എന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ പ്രസ്താവന. ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത മറുപടി നൽകുമെന്നാണ് മുജ്തബയുടെ പേരിലുള്ള പ്രസ്താവനയിൽ പറയുന്നത്. ഏത് നിമിഷവും ഇറാന്റെ ആക്രമണമുണ്ടാകും എന്ന ഭയപ്പാടിലാണ് ഹോർമുസ് വഴി പോകാൻ മടിച്ചു നിൽക്കുന്നു മിക്ക കപ്പൽ ജീവനക്കാരും. ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന എണ്ണക്കപ്പലുകൾ നേരിടുന്നത് വലിയ അപകട സാഹചര്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. യുദ്ധത്തിന് മുൻപ് 100-ലധികം കപ്പലുകൾ പ്രതിദിനം ഇതുവഴി കടന്നുപോയിരുന്നു. നിലവിൽ 15-ലും താഴെയാണ് ആ റൂട്ടിലൂടെ കടന്നുപോകുന്ന എണ്ണക്കപ്പലുകളുടെ എണ്ണം. ഹോർമുസ് വഴി കടന്നുപോകാൻ കപ്പൽ ജീവനക്കാരും തന്നെ തയ്യാറാകുന്നില്ല. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പുമുണ്ട്. ഇറാൻ നിശ്ചയിച്ച പാതയ്ക്ക് പകരം ഒമാൻ തീരത്തുകൂടി കപ്പലുകൾ സഞ്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രകോപനത്തിന് കാരണം. നാവിക ഉപരോധം മറികടന്ന് പുറത്തെത്തുന്ന ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ US സേന ശക്തമായ ആക്രമണങ്ങൾ മറുവശത്ത് തൊടുക്കുന്നു. ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇന്ധനവിലയോട് പൊരുത്തപ്പെടാൻ പാകിസ്ഥാൻ മത്സരിച്ച് പരാജയപ്പെടുന്നു. വിദേശ നാണ്യശേഖരം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ സ്വകാര്യ ബാങ്കുകൾക്ക് വലിയ നേട്ടമായി മാറുകയാണ്. ഇന്ത്യയിൽ ഏതാണ്ട് $3000 കോടി പ്രവാസികളുടേതായി ഇന്ത്യൻ ബാങ്കുകളിലെത്തി. ഇന്ധനവില കുതിച്ചുയരുമ്പോൾ വിദേശ നിക്ഷേപം ഇരട്ടിപ്പിക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള പോംവഴി. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ UAE കുവൈറ്റ് വിമാന സർവീസുകൾ കൂട്ടത്തോടെ മുടങ്ങി. എമിറേറ്റ്സും എയർ അറേബ്യയും ഒക്കെ തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കി. ജോർദാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് ഇറാന് ശക്തമായ മറുപടി നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇതിന് തൊട്ടു പിന്നാലെ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ ലോകം കേൾക്കുന്നത്. ജോർദാനിൽ സൈനികർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ 8ാം ദിന രാത്രിയിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ ഇറാന്റെ പല ഭാഗങ്ങളിൽ നിന്നും മുഴങ്ങുന്നു. ഇതിനിടയിൽ കുവൈറ്റിലെ 2 US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ക്യാമ്പ് ഉദൈരിയിലെ US സൈന്യത്തിന്റെ ആയുധ ഡിപ്പോയ്ക്ക് നേരെയും കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിലെ പാട്രിയറ്റ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെയുമാണ് ഇറാൻ ആക്രമണങ്ങൾ തൊടുത്തത്. അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടന്നതിന് തൊട്ടുപിന്നാലെ ഇറാനെ വേഗത്തിൽ ശിക്ഷിക്കാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് നൽകി. മധ്യപൂർവ്വദേശത്തെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് US പൗരന്മാർക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലോകവ്യാപക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ലോകമെമ്പാടും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ധാരാളം US പൗരന്മാരുണ്ട്. അവർ അടുത്തുള്ള US എംബസിയുമായോ കോൺസുലേറ്റ് നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചോ ഉടൻ പ്രവർത്തിക്കണമെന്നാണ് അമേരിക്കൻ ഉത്തരവ്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാവുകയോ ഇടയ്ക്കിടെ വ്യോമാതിർത്തികൾ അടച്ചിടാനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇത് യാത്രാ തടസ്സങ്ങൾക്ക് കാരണമാകാം. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്ക തങ്ങളുടെ ആക്രമണം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടുപ്പിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് 8-ാം ദിനം പുറത്തു വരുന്നത്. തുടർച്ചയായ 8 ദിവസം ഇറാനെ ആക്രമിച്ച് തകർക്കാനുള്ള അമേരിക്കൻ നീക്കം തുടരുന്നു. മറുവശത്ത് ഇപ്പോഴും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതും ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നു. ജോർദാനിലെ ആക്രമണങ്ങൾക്കുള്ള മറുപടിയുടെ മണിക്കൂറുകളാണ് ഇനി നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.